ഇന്ന് നമുക്ക് വർക്കിന് വന്നത് ഇഗ്നിസ് ആണ്. ഇതിന് എന്തൊക്കെ വർക്കുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ക്രോം എലമെൻറ്റ് മൊത്തം നമ്മൾ ഡീക്രോം ചെയ്യുന്നുണ്ട്. ഈ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഏരിയ മൊത്തം, അതുപോലെ തന്നെ കുറച്ച് ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് നമ്മളൊരു 80% ടിൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റൂഫ് റെയിൽ മൊത്തം ബ്ലാക്കിൽ റാപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇഗ്നിസിൻ്റെ ബാഡ്ജിങ് അത് നമ്മൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എസ് ലോഗോ അത് നമ്മൾ ബ്ലാക്ക് റാപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇതിൽ നമ്മളൊരു യുറാക്കോൻ്റെ ആംബ്രസ് വെച്ചിട്ടുണ്ട്. നല്ല പ്രീമിയം ആംബ്രസ് ആണ്, നല്ല ക്വാളിറ്റിയിൽ വരുന്ന. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഡ്യൂറബിലിറ്റി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3 ലെൻസ് വരുന്ന ഒരു ഫോഗ് ലാമ്പ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇഗ്നിസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ ഗ്ലോസി ബ്ലാക്കിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ലുമേൽ നമ്മൾ ചെറിയൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് നമ്മളൊരു 80% ടിൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽ ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഗ്നിസിൻ്റെ ബാഡ്ജിങ്, അതുപോലെ സുസുക്കിയുടെ ലോഗോ അതൊക്കെ നമ്മൾ ഗ്ലോസി ബ്ലാക്കിലേക്കാണ് കൊണ്ടുവന്നത്. ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു യുറാക്കോൻ്റെ ആംബ്രസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ 3 ലെൻസ് വരുന്നതായിരുന്നു പറഞ്ഞത്. അപ്പോൾ കസ്റ്റമർ കുറച്ചുകൂടി പവർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 4 ലെൻസ് ഫോഗ് ലാമ്പാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതിൻ്റെ പവർ നമുക്ക് കാണാം. ഫോർ ലെൻസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വെളിച്ചത്തിന്. ഇത് 2 കളറിലാണ് വരുന്നത്, വൈറ്റും യെല്ലോ ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ B2 ഓട്ടോമോട്ടീവായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.